നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഞാൻ പറഞ്ഞതിന് ചെറിയ വിപരീതമായിട്ട് ഇന്നൊരു ഡിസ്കൗണ്ട് സെയിലാണ് കാണിക്കുന്നത്. അതായത് മജോറിറ്റി അതിനകത്ത് കേരള സാരി, പിന്നെ ഈസ്റ്ററിനൊക്കെ ഉടുക്കാൻ പറ്റുന്ന ഈസ്റ്റർ സ്പെഷ്യൽ വൈറ്റ് സാരി എന്ന ഒരു കാറ്റഗറി, അങ്ങനല്ല, ഈസ്റ്ററിനും അല്ലാതെയും ഒക്കെ ഉടുക്കാൻ പറ്റുന്ന കുറച്ച് അങ്ങനത്തെ കുറച്ച് സ്പെഷ്യൽ സാരീസ്, അതിൻ്റെ ഓഫർ സെയിലാണ്. ഇതൊക്കെ ഓൾറെഡി നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. എന്നാന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഈസ്റ്ററിൻ്റെയും വിഷുവിൻ്റെ ഒക്കെ സ്പെഷ്യൽ സാരീസ് കാണിക്കാവുന്ന. അതിനകത്ത് ഈസ്റ്ററിൻ്റെ സാരീസ് അധികം ഇതിനകത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ കാണിക്കാൻ ഒരു ചില സാഹചര്യങ്ങളാൽ സാധിച്ചില്ല. നമ്മളുടെ പലതും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി. അപ്പോൾ അല്ലാത്ത കാണിക്കാം, ഓഫർ സെയിലുള്ള സാരികൾ കാണിക്കാം. ആദ്യത്തെ സാരി ഇതാണ്, ചന്തേരി സിൽക്ക്. ഇതിപ്പം ഏത് സ്പെഷ്യലിനും ഉടുക്കാം. ഈസ്റ്ററിനോ വിഷുവിന് ഇതിന് നല്ല ഇതിപ്പോൾ ഇത്തരം എംബ്രോയ്ഡറി വർക്കാണ് ഈ ചെയ്തിരിക്കുന്നത്. ഈ എംബ്രോയ്ഡറി വർക്ക് ഈ കളറുള്ള നല്ല സ്ലബ് സിൽക്കിൻ്റെ ബ്ലൗസ് എടുത്തിട്ട് ഇടുകയാണെങ്കിൽ വിഷുവിന് ഒരു വെറൈറ്റി. നമ്മൾ ഈ ആഷ് കളറും ബ്ലാക്ക് കളറും ഒക്കെ സെറ്റ് സാരിക്ക് ഫാഷനാണല്ലോ. പിന്നെ അല്ലാത്ത അവസരങ്ങളിൽ നമുക്കിത് ഉടുക്കാം. കേരള സാരി ഉടുക്കുന്ന പോലെയല്ല, അല്ലാത്ത അവസരങ്ങളിൽ ഉടുക്കാം. അതേ കളറും കാര്യങ്ങളൊക്കെയാണ്, ഇങ്ങനൊരു ബോർഡറുമായിട്ട്. പിന്നെ ഇതിന് വിത്ത് ബ്ലൗസ് ഉണ്ട്. വിത്ത് ബ്ലൗസ് വരുമ്പം പ്ലെയിനാണ്, ഇങ്ങനെ ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. അത് വേണമെങ്കിൽ അങ്ങനെ തയ്ക്കാം. അങ്ങനെ ഒരു സാരി, ഒരു നല്ല ലുക്കുള്ള ഒരു സാരി. ബോഡി ഫുള്ള് ഇങ്ങനെ എംബ്രോയ്ഡറിയാണ്, അതിൻ്റെ ഹൈലൈറ്റ് അതാണ് ഈ ഒരു എംബ്രോയ്ഡറി വർക്ക്. ഇങ്ങോട്ട് കാണിച്ച്, ബോഡി ഫുള്ള് ഇങ്ങനത്തെ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ട്. ചന്തേരി സിൽക്കാണ് മെറ്റീരിയൽ. ഇതെല്ലാം നല്ല ഫിനിഷിംഗ് ഉള്ള എംബ്രോയ്ഡറി. ബോർഡർ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു നല്ല ഡാർക്ക് ഗ്രേ കളർ, ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യും. ഗ്രേ ആണ് ശരിക്കും. ഇങ്ങനെ തന്നെ സാരി ഫുള്ള് ഇങ്ങനെ. ഈ മുന്താണി ഇങ്ങനെ, ഇതിപ്പോൾ മുന്താണി എന്ന് പറയുന്ന ഭാഗമാണേ. അകത്തോട്ടുള്ള ഭാഗത്ത് അവിടെയല്ല ഈ ബുട്ട പോലെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ കാണിച്ച ഇതിൻ്റെ വില പറഞ്ഞാൽ മതിയേ. ഇതേ കിടക്കുന്നു. 875-ൻ്റെയാണ്, 600 രൂപ. അത് തന്നെ സാധനം. ഈ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഡിസൈനിൽ ഒരു ചെറിയ വ്യത്യാസം, അതേ ഉള്ളൂ. ഇത് പ്രത്യേകിച്ച് അതിങ്ങനെ എന്തോ ഒരു ഷേപ്പിൽ ഇങ്ങനെ ഒരു ഷേപ്പ്, ഇത് ഇങ്ങനെ ഒരു ഷേപ്പ്, അത്രയേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഒരു പ്രത്യേക ഷേപ്പ് കണ്ട്, വേറൊന്നുമില്ല. അത്രയും സെയിം സാരി, സെയിം റേറ്റ്, സെയിം മെറ്റീരിയൽ. ഓൺലി ഡിഫറൻസ് എന്ന് പറയുന്നത് ആ ഒരു ഡിസൈൻ, ബോഡിയിലുള്ള ബുട്ട ഡിസൈനിൽ. ഇതിനി നമുക്ക് ഇതും ഈ പറഞ്ഞ പോലെ, ഇതൊക്കെ ഡെയിലി വീഡിയോ കാണുന്നവർക്കൊക്കെ നന്നായിട്ട് ഓർമ്മ കാണുമായിരിക്കാം. അതല്ലെങ്കിൽ അധികം നാളൊന്നും ആയില്ല ഇത് കാണിച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ഓഫർ സെയിലിൽ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അത്ര പുതുപുത്തൻ സാരികളുമാണ്, നല്ല സാരികളാണ്. ഒരു മോഡൽ പോയതോ ഇരുന്ന് പഴകിയതോ ഒന്നുമല്ല. 2 കാരണങ്ങളാണ് നമ്മളിപ്പോൾ ഈ സീസണിൽ ഇത് ഓഫർ സെയിലിൽ കൊടുക്കുന്നത്. സീസണിൽ ആരും വിഷു അല്ലെങ്കിൽ ഓണം അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ സ്പെഷ്യൽ സാരികൾ ആരും ഓഫർ സെയിലിൽ കൊടുക്കത്തില്ല. ഇപ്പോൾ പുതിയ ട്രെൻഡും കാര്യങ്ങളും. ഇത് ട്രെൻഡല്ല, ഇതൊരിക്കലും ട്രെൻഡ് പോയിട്ടില്ല. ഞങ്ങൾക്ക് പുതിയ ഷോപ്പ് തുടങ്ങാൻ പോകും. അപ്പം നമുക്ക് ഒത്തിരി ക്ലിയർ ഔട്ട് ആക്കണം. പുതിയൊരു ഷോപ്പും കൂടെ വരുമ്പോൾ നമുക്ക് ഒത്തിരി ക്ലിയറൻസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട്. അപ്പം ഞാൻ ഓർത്തു, ഇത് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്, ഒരേ സാധനം തന്നെ ഇഷ്ടംപോലെ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. ഈ ഓണത്തിനൊക്കെ വന്നതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇത് ഓണത്തിന് മാത്രം പോകുന്നതല്ല, എപ്പോഴും പോകുന്ന, അതുകൊണ്ട് തരുന്നത്. അല്ലാതെ നിങ്ങൾ നോക്കിക്കോ, ആരെങ്കിലും ഈ സീസൺ സമയത്ത് ആ സീസണലായിട്ടുള്ള സാധനങ്ങൾ ഓഫർ സെയിൽ കൊടുക്കത്തില്ല. അപ്പോൾ കിട്ടുമ്പോൾ വാങ്ങിച്ചോണം കേട്ടോ. എല്ലാത്തിനും അധികം പീസൊന്നും ഇല്ലേ, മറ്റേ അല്ലാത്ത ദിവസങ്ങളിലുള്ള പോലെ പീസൊന്നും ഇല്ല. എല്ലാം ഓരോ പീസും 2 പീസും ഒക്കെ വെച്ചേ ഉള്ളൂ. ഇത് നോക്ക്, ഇതെല്ലാം ഫുൾ എംബ്രോയ്ഡറി വർക്കാണെന്നുള്ളതാണ് ഇതിൻ്റെ സവിശേഷത. എംബ്രോയ്ഡറി വർക്ക് ഒരു സാരി ഫുള്ള് ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ റേറ്റ് എത്രമാത്രം പോകുന്നത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് താഴത്തെ ബോർഡർ, മുകളിൽ ഇങ്ങനെ. ഇതിപ്പോൾ കേരള സാരി ആയിട്ടും വേണമെങ്കിൽ കൊടുക്കാം, അല്ലാതെ കൊടുക്കാം. ഇത് കണ്ടോ, ഇങ്ങോട്ട് കാണിച്ച്, ഫുള്ള് ഇങ്ങനെ
ഉണ്ടോ, ഏറ്റവും അകത്തെ പാർട്ട്, അതായത് പുറമേ കാണുന്ന ഫുൾ സ്ഥലത്തും താഴത്തെ ബോർഡർ ഇങ്ങനെ, ബോഡിയിൽ ഇങ്ങനെ ബുട്ട, ബ്ലാക്ക് കളറ്. ഇതിന് വേണമെങ്കിൽ ഇതിൻ്റെ തന്നെ സെൽഫ് ബ്ലൗസ് ഉണ്ട്, പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ഉണ്ട്. അതല്ലെങ്കിൽ നല്ല ബ്ലാക്ക് ബ്ലൗസ് വേണമെങ്കിലും ഇടാം. നമ്മുടെ കലങ്കാരിയുടെയൊക്കെ ബ്ലൗസ് എടുത്തിട്ട് ബ്ലാക്ക് കളറ് അങ്ങനെ ഇടുവാണെങ്കിലും നല്ലതാണ്. ഇതിൻ്റെ റേറ്റ് ഞാൻ പറയണമായിരിക്കും അല്ലേ? പറയണോ? അത് നോക്കിക്കോളുവോ? ഇത് എത്ര? 600 600 975, 600. അതിൻ്റെ തന്നെ വേറൊരു, അത് ബ്ലാക്ക് ആയിരുന്നു. ഇത് വന്നിട്ടേ ഒരു ഗ്രേ ഷെയ്ഡ്. ഇങ്ങനെ കാണിക്കാതെ കാണിക്കാൻ എളുപ്പം. കണ്ടോ, താഴത്തെ ബോർഡർ ഇങ്ങനെ വരും. ഈ ഒരു ഇത് മൊത്തം എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നതാണ്, ബോഡിയിലെല്ലാം. അല്ലാതെ പ്രിൻ്റ് അല്ല, ഡിസൈൻ ഒന്നും ചെയ്തിരിക്കുന്നതല്ല, എംബ്രോയ്ഡറി വർക്കാണ്. ഇനി അകത്തോട്ടുള്ള ഭാഗത്തും ഇങ്ങനെ തന്നെ. കണ്ടോ, ഇത് ഏറ്റവും ഉള്ളിൽ പോകുന്ന ഭാഗമാണ്, അവിടെ ഇല്ല. മുന്താണിയാണിത്. നല്ല സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയൽ. ഈസ്റ്ററിന് പള്ളിയിൽ പോകുമ്പോഴൊക്കെ വേറെ കളർ ബ്ലൗസ് ഇടണം, അപ്പം നമുക്ക് ആ കേരള സാരിയുടെ ഫീലിന്ന് മാറും. കേരള സാരിയുടെ ഫീലൊന്നുമില്ല, അതിന് ഗോൾഡൻ സെറി ഉണ്ടെന്ന് പറഞ്ഞ് കേരള സാരി ആകത്തില്ലോ. കേരള സാരി എന്ന് പറഞ്ഞാൽ കേരള കോട്ടൺ ആ ഒരു കളറും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് വേറെണ്ണം 1100 രൂപയുടെയാണ്. ഇപ്പോൾ 880 രൂപ. ഇതിന് എക്സ്ചേഞ്ചോ റീഫണ്ടോ റിട്ടേണോ അങ്ങനത്തെ യാതൊരു സംഭവങ്ങളും ഇല്ല കേട്ടോ. ഓഫർ സൈഡിൽ കൊടുക്കുന്നതിന് ഒരു കാരണവശാലും എക്സ്ചേഞ്ചോ റിട്ടേണോ റീഫണ്ടോ ഒന്നുമില്ല. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെ വാങ്ങിച്ചാൽ മതി. വാങ്ങിച്ചിട്ട് അറ്റ് എനി കോസ്റ്റ്, എന്താ തിളക്കം കൂടുതലാണോ, എനിക്ക് അങ്ങനെയാണോ ഇങ്ങനെയാണോ ഒന്നും പറഞ്ഞാലും ഡിസ്കൗണ്ട് സെയിൽ വിറ്റ സാധനങ്ങൾ തിരിച്ചെടുക്കത്തില്ല, എക്സ്ചേഞ്ചും ചെയ്യത്തില്ല. എക്സ്ചേഞ്ച് ചെയ്യാം, എനിക്ക് വേറെ സൈസ് വേണ്ട, എനിക്ക് എക്സ്ചേഞ്ച് മതി എന്ന് പറഞ്ഞാലും പറ്റത്തില്ല. കാരണം നമ്മൾ ഇതിന് അത്ര പോലും ലാഭമോ കാര്യങ്ങളോ ഒന്നും, ലാഭം എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ഇല്ലാതെ ക്ലിയർ ഔട്ട് ചെയ്യുന്ന സംഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പുറമെ മെനക്കെടാനൊന്നും പറ്റത്തില്ല. ഞാൻ വേറെ ഒരു ഇതിൽ എടുക്കരുത് കേട്ടോ, നല്ല ഇതിലെടുത്താൽ മതി. ഇനി എന്തിനാ വേറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കും. ബോഡി ഡിസൈനുണ്ട്. ഈ ഡിസൈൻ ഒന്ന് കാണിച്ചേ, ബോഡിയിലിട്ടെ കാണാമോ എന്ന് എനിക്കറിയത്തില്ല. നല്ല മാംഗോ ഡിസൈൻ കാണാൻ പറ്റുന്നുണ്ടോ? മുന്താണി വരുമ്പോൾ ഇങ്ങനെ. കേരള സാരിയാണോ? കേരള സാരിയാണോ? കേരള സാരിയല്ലേ? കേരള സാരിയല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുപോലത്തെ വേറെ ഉണ്ടോ? ഇനി ഇല്ലല്ലേ? ഉണ്ടെങ്കിൽ അതും കൂടെ കാണിച്ചിട്ട് വേറെ കാണിക്കാം. ഇനി വേറൊരെണ്ണം നമ്മുടെ നെക്കോട്ടായുടെ പോലത്തെയൊക്കെ, നെക്കോട്ട എന്ന് പറയാൻ പറ്റത്തില്ല, ഇനി ഇങ്ങോട്ട് കാണിക്കാമെങ്കിൽ നല്ലതായിരുന്നു. ഹലോ, മുന്താണി എംബ്രോയ്ഡറി വർക്കും ലേസ് വർക്കും എല്ലാം ചെയ്ത മുന്താണി. ബാക്കി ഭാഗം ബോഡിയിൽ ഇങ്ങനെ മുട്ട വരും, ഇങ്ങനെ നെറ്റ്. നല്ലൊരു വെറൈറ്റി. നമ്മൾ നെറ്റ്കോട്ട കൊടുക്കുന്നൊക്കെ ആ ഒരു ഫീല്. ട്രാൻസ്പെറൻ്റ് ആണ്, ഭയങ്കര ട്രാൻസ്പെറൻ്റ് അല്ല, പക്ഷേ ഇത്രയും ട്രാൻസ്പെറൻ്റ് ആണ്. നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്താൽ മതി, കുഴപ്പമില്ല. 1 പെയർ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. അതൊരു സ്റ്റൈൽ, ആ ഒരു സ്റ്റൈലിൽ എടുക്കണം നമ്മൾ പ്രിൻസസ് കട്ട് ബ്ലൗസൊക്കെ തയ്ച്ചിട്ട്. പിന്നെ എൻ്റെ ബ്ലൗസ് എന്ന് പറയുന്നത് പ്ലെയിൻ ആണ്, സെയിം പ്ലെയിൻ തന്നെ. പ്രൈസ് ഞാനെന്തിനാ പറയുന്നത്, എഴുതിയത് നിങ്ങൾ ഇത് നോട്ട് ചെയ്തിടുന്നുണ്ടോ? 1050 സാരിയാ 850. ഈ സാരിയൊക്കെ വാങ്ങിച്ച ഇഷ്ടം പോലെ പേരുണ്ടേ. ഉണ്ടോ? അയ്യോ, അന്ന് ഈ സാരിയൊക്കെ കാണിച്ചപ്പോൾ അന്ന് ഭയങ്കര ആവശ്യക്കാരായിരുന്നു. ഇതിൽ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ എല്ലാം ഓരോന്നേ ഉള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നുമില്ലേ. ഇങ്ങോട്ട് കാണിച്ച് വേറൊരു സാരി. ഇത് മുന്താണിയാണേ. മുന്താണി ഫുള്ളിങ്ങനെ എംബ്രോയ്ഡറി വർക്ക്, ബോഡി ഫുള്ളിങ്ങനെ ബുട്ട. ഇത് ഇച്ചിരി ഒരു മങ്ങിയ കളറാണ് ഇവിടെ ബോഡിക്ക്, ഒരു ചന്ദന കളറിൻ്റെ മങ്ങിയ കളർ ഇങ്ങനെ വരും സംഭവം. ഇവിടെ ഒരു ടെമ്പിൾ ബോർഡറൊക്കെ ആയിട്ട്. മുന്താണി ആ എംബ്രോയ്ഡറി വർക്ക് ചെയ്ത സംഭവം തന്നെ.
ബോഡി ഫുള്ള് ബുട്ട, ഈ ഒരു കളറിലുള്ള ബുട്ട. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡർ. ആ സാരി അതിപ്പോൾ എല്ലാം നമ്പർ ഇട്ടോ. സെറ്റ് സാരി അല്ലാത്ത കേരള സാരി അല്ലാത്ത സാരിയിലേക്ക് കിടക്കും. ബാക്കി സാരി കാണിച്ചിട്ട് മതിയാർന്നു. ഇനി അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ് പണ്ണലാം. ഇതേ എന്നാ കേരള സാരി, നമ്മുടെ കോപ്പർ. ഇതിനി ആര് കാണിക്കും? ഞാൻ കാണിക്കണോ? കോപ്പർ അവിടെ വേറെ പരിപാടിയാണ്. എന്താ അടിപൊളി ഡിസൈനുമായിട്ട് സാരി. ഞാനിതിനൊരു വിത്ത് ബ്ലൗസും കൂടി അങ്ങോട്ട് വെച്ച് കാണിച്ചായിരുന്നെങ്കിൽ എല്ലാവരും അയ്യോ എനിക്ക് തരുമോ എന്ന് എന്നോട് ചോദിച്ചേന്. ഞാനിപ്പോൾ വിത്ത് ബ്ലൗസ് ഒന്നും വെക്കാൻ മെനക്കെടാത്തത് കൊണ്ടാണ്. ഇത് റോസ് ഗോൾഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കോപ്പർ എന്നും പറയാൻ പറ്റത്തില്ല. ഇത് രണ്ടുമല്ലാത്ത ഒരു ഇതാണ് സംഭവം. നല്ല ഒരു സൈസ് ചില്ലി റെഡ്, അത് ആ കളറുണ്ടല്ലോ. ബ്ലൗസ് ഒക്കെ എടുത്തിട്ട് പ്ലെയിൻ ആണെങ്കിലും മതി, നല്ല സിൽക്ക് ബ്ലൗസ് എടുത്തിടണം. എന്നാ രസമായിരിക്കും അല്ലേ? എനിക്ക് വട്ടുണ്ടോയെന്ന് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തന്നെ തോന്നി. ഈ സീസൺ സമയത്ത് ഇത് ഡിസ്കൗണ്ട് സെയിലിൽ കൊടുക്കുന്നത്. നമുക്ക് ഇപ്പം ഓണം, വിഷുവും ഈസ്റ്ററും ഒക്കെ ഭയങ്കര സീസൺ സമയമാണ്. പക്ഷെ നമ്മൾ വേറെ ഒരു ഇതിൻ്റെ പുറകിലാണ്. എന്നാന്നറിയോ? പുതിയ ഷോപ്പിൻ്റെ പുറകെ. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ താഴത്തെ ബോർഡറുകളെ. ബോഡിയിൽ മുന്താണിയുടെ ബോർഡറാണ് കാണിച്ചത്. ഇത് താഴെ ഫുള്ള് വരുന്ന ബോർഡർ, മേളി ബോർഡറില്ല, ബോഡി ഫുള്ള് ഈ ഒരു ബുട്ട. ഞാൻ എൻ്റെ പ്രൈസ് അതപ്പം ഞാൻ കണ്ടായിരുന്നേ. അതെന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രൈസാണോ അത്? ടാഗ് എന്ത് ചെയ്യും? ഇസബെല്ലാടെ ഒരു ടാഗ് അടിച്ചിരുമല്ലോ, അത് തപ്പിയെടുത്തു. ഞാൻ പ്രൈസ് പറയുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമില്ലേ? നിങ്ങളാരും നിങ്ങൾക്ക് നോക്കിക്കേ. പ്രൈസ് 1980 എന്നാണോ കിടക്കുന്നത്, 1180 എന്നാണോ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. തനി കേരള സാരി. ഇതൊന്നും ഡാമേജോ പഴകിയതോ അങ്ങനെയൊന്നും ആരും പേടിക്കണ്ട. നല്ല പുതുപുത്തൻ സാരികൾ തന്നെയാണ്. എനിക്ക് എന്നെ ഇഷ്ടമായി ഈ സാരി എന്നറിയാമോ? ഇതിൻ്റെ വിലയില്ലേ, 1100 രൂപയാണ്. ഇപ്പോഴത്തെ വില 850 രൂപ. ഇങ്ങോട്ട് നോക്ക്, കാണിക്കും. കണ്ടോ? നല്ല രസമല്ലേ? നമ്മുടെ ട്രഡീഷണൽ കേരള സാരി. മുന്താണിയൊക്കെ കണ്ടോ? അടിപൊളിയല്ലേ? മുന്താണിയൊക്കെ വെച്ച് ഇങ്ങനെ വെച്ച് നല്ല ഡാർക്ക് മെറൂണോ അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ബ്ലൗസോ ഒക്കെ ഇടാം. ഒന്നുമില്ല, ഇത്രയേ ഉള്ളൂ കാണിക്കുക. ഇതിൽ കൂടുതൽ നൂർക്കാൻ പറ്റത്തില്ല, കാരണം ഇത് ഐറ്റം വേറെയല്ലേ. നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഇതാണ് സാരി. ഇനി നമ്മുടെ ടിഷ്യൂ സാരി. ടിഷ്യൂവിന് നല്ല ടിഷ്യൂവിൻ്റെ സാരിയിലോട്ട് വരുമ്പോൾ റേറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ. ഇതൊക്കെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇത് നമ്മുടെ കസവിനെ കഴിഞ്ഞും, കസവല്ല, വേറൊരു കുറച്ചും കൂടി ഡാർക്കാണ് ഇതിൻ്റെ. ആ ഒരു കസവിൻ്റെ ഇത് വരുന്നത് കുറച്ചും കൂടി ഡാർക്ക്. ഇത്രയേ ഉള്ളൂ സാരി കാണിക്കാൻ. നെറ്റ് കോട്ടയുടെ പോലത്തെ മെറ്റീരിയലാണ്, ടിഷ്യൂ ആണ്. നെറ്റ് കോട്ടയുടെ ഫാബ്രിക് ടിഷ്യൂവിൻ്റെ ഒരു ഇത് കൂടെ കൂടി ഒരു മിക്സായിട്ട് വരുന്ന ഒരു രീതി. ഒരു നെറ്റ് ഫീലിംഗ് തോന്നിക്കും. ഇങ്ങോട്ട് കാണിക്കും, കണ്ടോ? അതിൻ്റെ ആ ഒരു കസവിന് ഇത് ഒരിതുണ്ട്. മുന്താണി വരുമ്പോൾ ഇങ്ങനെ വരും. ഇത് ശരിക്കും സെറ്റ് സാരി അല്ല. നമ്മളാ കാണുന്ന തനി സെറ്റ് സാരി അല്ല ഇത്. പക്ഷേ സെറ്റ് സാരിയുടെ ഫീല് തോന്നി. അതായത് കേരള സാരി തനി ആ ഖാദിയുടെ ഹാൻഡ്ലൂമിൻ്റെ വരുന്ന കേരള സാരി അല്ല ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്ന ഒരു സാരിയാണ്. നമുക്കല്ലാതെയും നമുക്ക് കൊടുക്കാം. ഇത് പിന്നെ ഇതിനില്ലേ കോൺട്രാസ്റ്റ് ബ്ലൗസോ. ഞാനിപ്പോൾ എപ്പോഴും കാണിക്കുമ്പോൾ ചിലപ്പോൾ പറയുകയല്ലേ കേരള സാരിക്ക് പറ്റിയ ബ്ലൗസാണ് ഇത് എന്നൊക്കെ പറയാം. അജ്രക്കിൻ്റെ ഒക്കെ നല്ല രസമായിരിക്കും എന്ന് പറയാം. അജ്രക്കിൻ്റെ കലങ്കാരിയുടെ ഒക്കെ ബ്ലൗസ് ഇടുവാണെങ്കിൽ ഒരു വെറൈറ്റി ആണ് താനും. നമുക്കല്ലാത്ത സമയങ്ങളിൽ ഉപയോഗിക്കാം. 900 നോക്കി പറഞ്ഞാൽ മതിയേ. 800 എന്നൊക്കെ കിടപ്പുണ്ട്. ഇത് 800 രൂപ വിലയാണോ ആർക്കറിയാം. പല ഇത് കിടക്കുമോ ഒത്തിരി എന്നതാണോ ആർക്കറിയാം. $1100 850 എന്ന് കിടപ്പുണ്ട്. ഇത് അടുത്ത സാരി. ഇത്
സിൽവറും പിങ്കും കൂടെ കൂടിയിട്ടുള്ള സാരി ഡിസൈൻ. ഇത് തനി ഹാൻഡ്ലൂം കേരള സാരി. ഇരിക്കും നല്ല ഡാർക്ക് പിങ്ക് ബ്ലൗസ് ഒക്കെ ഇടുവാണെങ്കിൽ നല്ലതാണ്. കറണ്ട് വന്നില്ലേ? ഇവിടെ മഴ പെയ്യുമെന്നുള്ള നല്ല ഭയങ്കര പൊടുപൊടോന്ന് ഇടിയൊക്കെ മുഴങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഇവിടെ നല്ല മഴയായിരുന്നു. കുറച്ച് നേരമേ പെയ്തുള്ളൂ, പക്ഷേ പെയ്തത് നല്ല മഴയായിരുന്നു. സന്ധ്യയ്ക്ക് ഒരു 7:30 ആയപ്പോൾ ഞാനൊക്കെ ഭയങ്കര വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു, മഴ ആദ്യമായിട്ട് കാണുന്ന പോലെ. അതല്ലേ ഇപ്പോൾ വലിയ വിരുന്നുകാരനും VIP അല്ലേ, നമുക്ക് മഴയല്ലേ, മഴയുടെ ഒച്ചയൊക്കെ കേൾക്കാൻ കൊതിയാവും. അല്ലെങ്കിലും എനിക്ക് മഴയെന്ന് പറഞ്ഞാൽ പണ്ടേ പ്രാന്ത. ഇത് റോസ് ഗോൾഡ് വിത്ത് ചെക്ക്. ഇതാണ് മുന്താണി. ബോഡി വന്നിട്ട് ഇങ്ങോട്ട് കാണിക്കുവാണെങ്കിൽ ഉപകാരമായിരുന്നു. മുന്താണി വന്നിട്ട് ഇങ്ങനെ. ഇതിനൊരു ഇച്ചിരി ഒരു മങ്ങിയ ഒരു ഷെയ്ഡാണ്. ഇതിപ്പം ഒരിക്കലും നമുക്ക് കേരള സാരി ആയിട്ട് മാത്രമല്ല, അല്ലാതെ കൊടുക്കുക. ഈ ഞാൻ പറഞ്ഞ പോലെ പ്രിൻറ്റഡ് ബ്ലൗസിൻ്റെ കൂടെയൊക്കെ നല്ലതാണ് റോസ് ഗോൾഡിൻ്റെ ഇതൊക്കെ ഇട്ടുമ്പോഴേ. നമ്മുടെ ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് ഇടാം. സാരിയെങ്കിലും തരൂ. സിൽവർ വിത്ത് ബ്ലാക്ക്. ഇപ്പോഴും ഒരിക്കലും ട്രെൻഡ് മാറാത്തൊരു സാധനം. ഇപ്പം ട്രെൻഡിയാണ്, ഇപ്പോഴും ട്രെൻഡിയാണ്, എന്നും ട്രെൻഡിയാണ്. ഇതാ സിൽവർ വിത്ത് ബ്ലാക്ക്. നല്ല ബ്ലാക്ക് ബ്ലൗസ്, സീക്വൻസ് വർക്ക് ചെയ്ത ഡിസൈനർ ബ്ലൗസ്. അയ്യോ, ആ ബ്ലൗസും കൂടെ കാണിക്കണ്ടേ കൂടെ? അവിടെ ആ പൊക്കത്തിരിപ്പുണ്ടൊക്കെ ഇതിൻ്റെ മണ്ടയിൽ എല്ലാ ബ്ലൗസും കൂടെ എടുത്ത് വെച്ചേക്കുവാ. ഡിസൈനർ ബ്ലൗസ് ഞാൻ കാണിക്കും. ഇതിനൊപ്പം വെച്ച് കാണിക്കുമായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേനെ. ഇതിലെ നല്ല ബ്ലാക്ക് കയ്യെ മാത്രം വർക്ക് വരുന്ന ഡിസൈനർ ബ്ലൗസ് ഉണ്ട്. അതല്ല കയ്യെ മാത്രം വർക്ക് വരുന്ന ഡിസൈനർ ബ്ലൗസ് ഉണ്ട്. ആ ഒരു ബ്ലൗസിൻ്റെ കൂടെ ഇടാം. ഇതുകൊണ്ട് ഇങ്ങനെ ബുട്ടായി എല്ലാം പിടിപ്പിച്ച് ഒരു മൊത്തത്തിലൊരു ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ കേട്ടോ, ടിഷ്യൂ ആണ്. എന്നിട്ട് ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഇച്ചിരി ഒരു വില കൂടുതലുണ്ടല്ലോ ഇല്ലേ, ഹാൻഡ്ലൂമിനെ കഴിഞ്ഞേ. അപ്പോൾ ഇത് വീഡിയോ അങ്ങ് പോവും, ഇച്ചിരി സ്പീഡിൽ കാണിക്കാം. അടുത്തത് ഇനി എത്ര സാരിയും കൂടെയാണുള്ളത്? അല്ലേ മറ്റേ ഈസ്റ്ററിൻ്റെ സാരി കാണിക്കുന്നതോടെ ബാക്കിയും കൂടെ കാണിച്ചാലോ? ഈസ്റ്ററിൻ്റെ സാരി കാണിക്കാൻ ഇനി അടുത്തത് ഇത് കേട്ടോ, ടിഷ്യൂവിൻ്റെ സാരിയാണ്. ഇതിപ്പം ഒരു പെയിൻറ്റ് വർക്ക് പോലെ ചെയ്തിരിക്കുന്ന ഒരു സൈസ് സാരിയാണ്. ഇത് മുന്താണി ഇങ്ങനെ താഴോട്ട് ഉണ്ട് കേട്ടോ. മുന്താണി താഴത്തെ ബോർഡർ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ വരും താഴത്തെ ബോർഡർ, മയിൽപ്പീലിയൊക്കെ ആയിട്ട്. നല്ല ഡാർക്ക് പിങ്കോ ഇതിനകത്തുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതിനകത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഡിസൈനർ ബ്ലൗസ് കയ്യെ നിറച്ചും വർക്ക് വരുന്നത്, അതും ഓഫറാട്ടോ, ഓഫർ സെയിലാണ്. അടുത്തത് ഇത് മൊത്തം നൂർത്ത് കാണിക്കാൻ ഒന്നുമില്ലെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാലോ. മുന്താണി ഇങ്ങനെ ഹാൻഡ്ലൂം അല്ല, ടിഷ്യൂ ഹാൻഡ്ലൂം അല്ല, ഇതിൻ്റെ ഉണ്ടോ ബോർഡർ ഉണ്ടോ, നല്ലൊരു ഭംഗിയല്ലേ, ഈ ഒരു വെറൈറ്റി അല്ലേ. അങ്ങനത്തെ ബോർഡറൊക്കെ നമ്മളെപ്പോഴും കാണുന്ന ട്രഡീഷണൽ ഇതിനൊക്കെ ടിഷ്യൂ ആണേ. നൂർക്കണ്ട, നൂർത്ത പണി കിട്ടും. പണി കിട്ടുന്നതല്ല, കേരള സാരിക്ക് അങ്ങനെ ആണല്ലോ, നമുക്കെല്ലാം അറിയാമല്ലോ. ഡോറൊന്നടച്ച് ഇതുണ്ട്. അടുത്തത് ഇത് ഹാൻഡ്ലൂമാണ്, ചെക്കാണ്, ഫുൾ ചെക്ക് ഡിസൈൻ. ഇങ്ങനെ മുന്താണിയാണ് ഈ കാണുന്നത്. ഇത് മുന്താണി, ബോഡി ഫുള്ള് ഇങ്ങനെ ചെക്ക്. ഒരടിപൊളി ഒരു വെറൈറ്റി. $1050 കിടക്കുന്നു. ഇപ്പോഴത്തെ പ്രൈസ് സെറ്റായിരിക്കുമല്ലോ, പഴയ റേറ്റ് ആയിരിക്കും. 850 രൂപ, നേരത്തെ 1050 ആയിരിക്കും. ഇതിപ്പോൾ കാണിക്കണ്ടായിരുന്നല്ലോ, ഇതൊരു വിളിക്കാതെ വന്ന അതിഥി പോലെ. ഇത് പിന്നെ കാണിക്കാം, ആദ്യം കാണിച്ചു. ഈ രണ്ടെണ്ണം കൂടെ കാണിച്ചാൽ ഓക്കെ ആയി. ഇതില്ലേ നമ്മുടെ റെഡി ടു വെയർ കേരള സാരി, റെഡി ടു വെയർ ആണ്. ഇതിപ്പം ഒന്നുമില്ല, പ്ലീറ്റ്സ് എല്ലാം എടുത്തു വെച്ചിരിക്കുന്ന. ഇങ്ങനെ ഇവിടെ നമ്മുടെ ആവശ്യത്തിനുള്ള അനുസരിച്ച് കുത്തുക, പ്ലീറ്റ്സ് ഫ്രണ്ട് സെൻറ്ററിലാക്കുക. ഇതിലെ കൂടെ പ്ലീറ്റ് ഇപ്പം ഞാൻ തന്നെ ഇത് കാണിച്ചിട്ടുണ്ട്. ഈ സാരിയാണ് നമുക്ക് നിവർത്ത് ഡെമോ കാണിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കേട്ടോ. ഇത് അതിൻ്റെ ബ്ലൗസ് 2 ടൈപ്പ് ബ്ലൗസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊട്ടിച്ചിട്ട് പോലും ഇല്ലാത്ത സാരികളാണ്. ഇത് തനി, ഇതിൻ്റെ തന്നെ ബ്ലൗസ്, ട്രഡീഷണൽ ബ്ലൗസ് ഉണ്ടെങ്കിൽ ഇടാം. ഇതിങ്ങനെ സ്റ്റോൺ വർക്ക് ചെയ്ത ഒരു റെഡ് ബ്ലൗസ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന, കയ്യിൽ ഇങ്ങനെ നല്ല വീതി ബോർഡർ പോയി ഇങ്ങനെ ഇരിക്കും.
ഇത് 1790 രൂപയുടെയാണ്. ഇപ്പോൾ 1300 രൂപ. സെറ്റ് ഇതാക്കിയതല്ലേ, എന്നാ പറയുന്നത്, റെഡി ടു വെയർ ആക്കിയതല്ലേ, അതുകൊണ്ട് അതിൻ്റെ കവറിനകത്ത് തന്നെ ഇടണേ. ഇതങ്ങനെ തന്നെ സംഭവം റെഡി ടു വെയർ. ഒരു ബ്ലൗസ് ഇങ്ങനെ ഉണ്ട്, അത് വേണമെങ്കിൽ അങ്ങനെ തയ്ക്കാം. ഇത് നിങ്ങൾക്കിത് വേണമെങ്കിൽ കൊച്ചു പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് സ്കേർട്ടിനില്ലേ, സ്കേർട്ടിന് ഇതായിട്ട് തയ്ക്കാമല്ലോ. ഇത് വേറൊരു ട്രഡീഷണൽ ബ്ലൗസ്, ഇത് ബ്രൊക്കേഡ് ബ്ലൗസ്. കുറച്ചും കൂടെ കളർഫുള്ളായിട്ടിരിക്കാം, നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇനി നമ്മുടെ ഇങ്ങനെ തന്നെ കാണിക്കണോ, ഡിസൈനർ ബ്ലൗസുകൾ. ഈ സെറ്റ് സാരിക്കോ ഇപ്പം പ്ലെയിൻ സാരിക്കോ എന്തിനു വേണേലും ഇടാം. ടിഷ്യൂ ആണ് മെറ്റീരിയൽ. കയ്യെ നിറച്ചും ഈ ഒരു വർക്ക് കയ്യിലുണ്ട്. ഈ വർക്ക് ഇത് ഓഫർ സെയിലാണ്. 350 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന ഇപ്പം 200 രൂപ. ഇത് കണ്ടോ, ഓർക്കുന്നുണ്ടായിരിക്കുന്നത് 350, 290 അങ്ങനെ പല കാറ്റഗറിയിൽ പല വർക്കിന് വ്യത്യാസപ്പെട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെ കൈ ഫുള്ള് ഇങ്ങനെ ഇരിക്കും. ബോഡി ഈ ഒരു ഇത് ബോഡിയെ കൂടെ ഇത് ശരിക്കും എംബ്രോയ്ഡറി വർക്കുണ്ട്, സ്റ്റോൺ വർക്കും ഉണ്ട്. ഇതിൽ എംബ്രോയ്ഡറിയും കാണിക്കുന്നുണ്ട്, സ്റ്റോണും കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കേരള സാരി ഇപ്പോൾ പ്ലെയിൻ ഒന്നുമില്ല, കസവ് മാത്രം ഉള്ളത് എടുക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഇഷ്ടമുള്ള കോൺട്രാസ്റ്റ് ബ്ലൗസ് ഇടാം. ഇതെല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ്. ഇതൊക്കെ കേരള സാരിക്ക് അനുയോജ്യമായിട്ടുള്ള ബ്ലൗസുകളാണ്. കണ്ടോ, ഇതിപ്പോൾ കൈ ഒത്തിരി ഇറക്കിയാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്. അത്ര ഒന്നും ഇറക്കണ്ട, വർക്ക് മാത്രം കാണിക്കാൻ വേണ്ടി. സ്റ്റോണും ഉണ്ട്, എംബ്രോയ്ഡറി ഉണ്ട്. ഇപ്പോൾ ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്ത് ഡിസൈൻ ചെയ്തൊക്കെ എടുപ്പിക്കുമല്ലോ. ആയിരങ്ങളും 10,000 മുടക്കി. കണ്ടോ, കളർ ഞാൻ പറഞ്ഞില്ലല്ലേ, ആ 2 കളർ മനസ്സിലാവും. ഒന്ന് പൗഡർ ബ്ലൂ, ഒന്ന് ഗോൾഡൻ കളർ. ഇതൊരു ആഷോ എന്തോ അങ്ങനെ ഒരു കളറാണ്. കളർ പറയാൻ എനിക്ക് പറ്റത്തില്ല. ഇത് കണ്ടോ, ഒരു സൈസ് ഒരു കളർ, ഡബിൾ ഷെയ്ഡാണേ. പ്ലെയിൻ സാരിക്ക് ഏതിന് വേണമെങ്കിലും കോൺട്രാസ്റ്റ് ആയിട്ട് ഇടാൻ വേണമെങ്കിൽ. അതായത് പ്ലെയിൻ സാരിയെ നമ്മൾ ഫങ്ഷൻ വെയർ ആക്കി മാറ്റുമ്പം ഞാൻ ഓരോന്നും കയ്യെ വെച്ചുകൊണ്ടിരുന്നാലേ സമയം അങ്ങ് പോവും. ഇത് വർക്ക്, ഇത് കളർ, ഇത് ഒരു പാരറ്റ് ഗ്രീൻ്റെ പോലത്തെ ഒരു കളർ. പീച്ചിൻ്റെ ഒരു ഷെയ്ഡ്. ഓക്കെയാണ്. ഇത് മുഴുവൻ സ്റ്റോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഫുള്ള് ബോഡിയിലെല്ലാം ഇങ്ങനെ ഒരു ഡിസൈൻ. നമുക്ക് അതാ ഞാൻ പറഞ്ഞത്, പ്ലെയിൻ സാരി ഫങ്ഷൻ വെയർ. ഇപ്പോൾ വിചിത്ര സിൽക്കിൻ്റെ ഒക്കെ പ്ലെയിൻ സാരി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനത്തെ ബ്ലൗസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പക്ക ഫങ്ഷൻ വെയർ ആയിട്ട് ആക്കാമല്ലോ. ഇതും ഈ പറഞ്ഞ പോലെ മുമ്പേ കാണിച്ച കൂട്ടൊരു കളറാണ് അല്ലേ, അത് ഇത് തന്നെയാണോ? അത് ബോഡി ഇങ്ങനെ വെറും 200 രൂപ. ആകെ എല്ലാത്തിനും ഒറ്റ പീസ് വെച്ചേ ഉള്ളൂ കേട്ടോ. 1 മീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു, 1 മീറ്റർ അല്ലേ ബോഡിയല്ല. ഇങ്ങനെ ഇതുണ്ടോ, ഇത് വന്നിട്ടൊരു വയലറ്റിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്, ഡബിൾ ഷെയ്ഡല്ല, മുന്തിരിയുടെ ഒരു കളറ്. ഇത് ഡിസൈൻ വേറെ ആയിരിക്കും അല്ലേ, മുമ്പത്തതിൻ്റെ ഇച്ചിരൂടെ ഡിസൈൻ വേറെ ആയിരിക്കും, അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ഇതിലെന്തെങ്കിലും കളറിൽ എന്തെങ്കിലും വ്യത്യാസം കാണും. ബോഡിയെ മുഴുവൻ ഇങ്ങനെ ഇത് കാണിക്കുന്നത് തന്നെ പിന്നെയും വരുന്നുണ്ട്. ഇത് തന്നെയല്ലേ അത്, ഡിസൈൻ വേറെയാണോ നോക്കി, ഒന്ന് നോക്കി. ഇത് ഈ കിടക്കുന്നത് വേഗം നോക്ക്, സെയിമാ. അപ്പം നമ്പർ ഇടുകയല്ലേ വെറുതെ കൊണ്ടുപോയി. എന്നാൽ ഇടാട്ടെ, എളുപ്പമുണ്ടല്ലോ അല്ലേ, നമ്പർ ഇട്ടാൽ വയ്ക്കും. കറണ്ടില്ല, ഫാനാണെങ്കിൽ അവിടെ വിയർത്ത് കുളിച്ചെന്നാണ് വന്നത്. ഞാൻ ഇന്ന് കാണിച്ചത് ഫുള്ള് ഓഫർ സെയിലാണ്. അതുകൊണ്ട് തന്നെ എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, റിട്ടേൺ ഇല്ല. എന്ത് കാരണം പറഞ്ഞിട്ടാണെങ്കിലും എനിക്ക് തിളക്കം കൂടുതലാണെന്നോ എനിക്ക് പൊക്കം കൂടുതലാണെന്നോ ഒരു കാര്യം പറഞ്ഞ് റിട്ടേൺ ചെയ്ത് തരത്തില്ല കേട്ടോ. അത്രയും ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓഫറല്ല, അത്രയും ഡിസ്കൗണ്ടിലാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമുക്കിത് ക്ലിയർ ഔട്ട് ചെയ്യണം എന്നുള്ള ഒരൊറ്റ ഒരു കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ
നിങ്ങൾ ആലോചിച്ചൊക്കെ എടുത്താൽ മതി. ഞാൻ ആരെയും കമ്പല് ചെയ്യുന്നില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. ഇതിനകത്ത് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്ന് എനിക്ക് ഷുവറാണ്. കാരണം ഒട്ടും നാളായ സാരികളൊന്നുമല്ല. നിങ്ങൾ ഇച്ചിരി പുറകോട്ട് വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം വീഡിയോയ്ക്കകത്ത് കാണാം. ഈ ബ്ലൗസ് ഉൾപ്പെടെ എല്ലാം വീഡിയോയ്ക്കകത്ത് കാണിച്ചേക്കുന്നത്. കുറച്ച് പുറകിലോട്ടുള്ള വീഡിയോ നോക്കണമെന്നേ ഉള്ളൂ. ഒരു അധികം ഒന്നും പോകണ്ട, ഒരു 2 മാസം 3 മാസം പുറകിലേക്ക് പോയാൽ മതി. എല്ലാം ഒന്നും അങ്ങനെ പോലും അല്ല കേട്ടോ, ഞാൻ ബ്ലൗസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം എന്ന് പറയുന്നില്ല, ഇന്ന് വൈകുന്നേരം കാണാം. റെഡിമെയ്ഡ് ബ്ലൗസ്. താങ്ക് യു.